തൻ്റെ മുൻഗാമികളെ മാതൃകയാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും വലിയ വീരവാദങ്ങളാണ് മുഴക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളുകളിലും ഇവർ വിളിച്ചാലോ മറ്റാരെങ്കിലും വിളിച്ചാലോ എനിക്ക് നെഞ്ചുവേദന ഉണ്ടാകില്ല എന്ന നെഞ്ചുറപ്പോടുകൂടി പറയുവാൻ കഴിയുന്ന ആർജവം ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും എനിക്ക് തന്നിട്ട്. രാഹുലിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നു. ഇതിന് പിന്നാലെയാണ് റിമാൻഡ് ചെയ്യാനുള്ള കോടതിയുടെ തീരുമാനം. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ ഈ ഘട്ടത്തിൽ മുമ്പ് സമീപ സമയത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം PC വിഷ്ണുനാഥ് നേതൃനിരയിലേക്ക് വരികയും ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു. നമസ്കാരം. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനിടെ പോലീസിനെ ആക്രമിച്ചു, പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങി സമരത്തിനിടെ ഉണ്ടാകാറുള്ള പലവിധ സംഭവങ്ങളുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവവികാസം. ഇത് ഇന്നത്തെ മാത്രമല്ല, വരാനുള്ള ഇനി 22-ാം തീയതി വരെ മൂപ്പരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജാമ്യം ലഭിച്ചില്ല. വരാനുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചയും ഇത് തന്നെ ആയിരിക്കും. അങ്ങനെ ആകണം എന്ന് രാഷ്ട്രീയ സാഹചര്യം സൂചിപ്പിക്കുന്നു. എന്നാൽ എന്താണ് ഇതിൻ്റെ തുടർ ചലനങ്ങൾ ആയി സംഭവിക്കാൻ പോകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ആർക്കാണ് ഗുണകരമാവുക? ആ ഒരു വീഡിയോ, ചെറുതായിട്ടൊരു പരിശോധനയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്നത്. വീട്ടിൽ പോലീസ് എത്തിയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് കടന്നത് മുതൽ വലിയ പ്രതിഷേധമായി. യൂത്ത് കോൺഗ്രസ് കേരളമാകെ പ്രതിഷേധത്തിൻ്റെ ആശയം എത്തിച്ചു. വീട്ടിന് ചുറ്റും പ്രവർത്തകർ കൂട്ടം കൂടി എത്തി. ഒരുപക്ഷെ സമീപകാലത്ത് ആണ് ഇങ്ങനെ രാഷ്ട്രീയ സമരങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള പ്രതിരോധവും രാഷ്ട്രീയ ചർച്ചയും ഒക്കെ നമ്മൾ കണ്ടുവരുന്നത്. അടുത്ത കാലത്താണ് PK ഫിറോസിനെ ഒരു ദിവസം അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ കേരളത്തിലെ വലിയ 1-2 ദിവസം അറസ്റ്റ് ചെയ്തതെന്നും പിറ്റേന്നാളും വലിയ തോതിലുള്ള ചർച്ചകളും ചാനൽ ചർച്ചകളും രാഷ്ട്രീയ പ്രതിഷേധ സമരങ്ങളും ഒക്കെ നമ്മൾ കണ്ടത്. അധികം അകലെയല്ലാത്ത കാലത്ത് നമ്മൾ അങ്ങനെ അസാധാരണമായി കാണാറില്ല. ഏറ്റവും അവസാനം T സിദ്ദിഖാണ് പൗരത്വ നിയമ സമരത്തിനെതിരായ കേസിൽ നീണ്ട നാൾ ജയിലിൽ കടന്നത്. അതിനു മുമ്പ് DYFI, SFI, യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ സമരത്തിൽ പങ്കെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത് അസാധാരണമായ നിലയിൽ സമീപകാലത്ത് കണ്ടുവരുന്നുണ്ട്. എന്താണ് സമരത്തിൽ പങ്കെടുത്ത ആളുകൾ അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള ചർച്ചകൾ? ഒരുപക്ഷെ രാഷ്ട്രീയ സമരമാണല്ലോ, അതിന് ഇമാതിരി പോലീസിൻ്റെ സന്നാഹവും അറസ്റ്റൊക്കെ വേണോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കരുതാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ രാവിലെ തന്നെ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ പ്രതിഷേധ ചൂട് നിലനിർത്താൻ യൂത്ത് കോൺഗ്രസ്സിന് നല്ല നിലയിൽ കഴിഞ്ഞു എന്നുള്ളത്, രാഷ്ട്രീയമായി അവർക്ക് ഇടപെടാനുള്ള സാഹചര്യത്തെ അവർ ഉപയോഗിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ സെക്രട്ടേറിയറ്റ് സമരം വരെ നീണ്ട കൊല്ലം മുതലുള്ള നവകേരള മാർച്ചിനെതിരായ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം, ആക്രാമകമായ സമരം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധത്തിൻ്റെ ചൂട് ഉയർന്നു വരുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവൊക്കെ ഒരു നിഴലായി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. സമാനമായ നിലയിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു നിഴലായി നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതിന് പകരം യൂത്ത് കോൺഗ്രസ് മുന്നിലേക്ക് വരുന്നതും നമ്മൾ കണ്ടു. ഈ ഘട്ടത്തിലാണ് ഈ പ്രതിഷേധ ചൂട് നിലനിർത്താൻ അകത്ത് കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനും അതോടൊപ്പം തന്നെ പുറത്ത് നിൽക്കുന്ന ഷാഫിയും വിഷ്ണുനാഥും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും ഒരുപോലെ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലൊരു കാര്യം. അറസ്റ്റ് നടന്നപ്പോഴും പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് പോയപ്പോഴും അത് കഴിഞ്ഞ് ജാമ്യ ഹർജി പരിഗണിച്ച് തള്ളിയപ്പോഴും പിന്നീട് അദ്ദേഹത്തെ പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. എന്താ വെച്ചാൽ പ്രത്യേകിച്ചും അണികളെ ആഹ്വാനം ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സമയത്ത് മാധ്യമങ്ങളോട് സംസാരിച്ച് ഇരുന്ന ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞത്, മാധ്യമങ്ങളുമായി സംസാരിച്ചിട്ടേ പോകൂ. പോലീസ് ഇടയ്ക്ക് അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വെറും സെക്യൂരിറ്റി ഗാർഡായി പോലീസ് മാറി. ഏരിയ സെക്രട്ടറിയെ പോലെ CI പെരുമാറുകയാണ്. രാവിലെ മുതൽ പ്രശ്നമാണ്. എല്ലാ നടപടികളോടും സഹകരിച്ചയാളാണ് ഞാൻ. എൻ്റെ ഷർട്ടിൽ പിടിച്ചത് മറന്നിട്ടില്ല. എനിക്ക് സംസാരിക്കണം. ഞാൻ കൊലക്കേസിലെ പ്രതിയല്ല. ശശി പറഞ്ഞിട്ടാണോ നടപടി എന്ന് രാഹുൽ ഒരു ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ ഈ ഘട്ടത്തിൽ
മുമ്പ് സമീപ സമയത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം PC വിഷ്ണുനാഥ് നേതൃനിരയിലേക്ക് വരികയും ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട അതിനെതിരായ കരിങ്കൊടി സമരവുമായി ബന്ധപ്പെട്ട് കാര്യമായ സഹകരണം നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് കെ സുധാകരൻ, VD സതീശൻ നേതൃത്വം മാത്രമാണ്. അതിൽ തന്നെ കെ സുധാകരൻ സജീവല്ലല്ലോ. VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും മാത്രമാണ് ഈ കാര്യത്തിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നത്. മറ്റ് നേതാക്കൾ ഒന്നും ഈ കാര്യത്തിൽ അവരുടെ വിയോജിപ്പ് കൊണ്ടാണോ ഇനി ഇവരെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, അത്തരത്തിലുള്ള പ്രതികരണങ്ങളോ അവരുടെ ഇടപെടലുകളോ നമ്മൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ചും വിഷ്ണുനാഥൊന്നും സജീവമായി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണ്. വിഷ്ണുനാഥും ആ ഘട്ടത്തിലൊന്നും നമ്മൾ കാണാത്ത ഒരു നേതാവാണ്. അദ്ദേഹത്തിന് മറ്റ് ചുമതലകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഉള്ള ഇടപെടലിന് തെലങ്കാന തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടും ഇവിടെ വന്ന് ഇടപെടാൻ അസൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ മുമ്പിൽ കണ്ടിട്ടില്ല. എന്നാൽ കൊല്ലത്തിന് ശേഷം സെക്രട്ടേറിയറ്റിൽ നടന്ന സമരം ഒരുപക്ഷെ അക്രമമുണ്ടായി എന്ന് ഇന്ന് MM ഹസൻ സമ്മതിച്ച നിലയിലേക്ക് മാറിയ സമരത്തിൻ്റെ തുടർച്ചയായി നേതാക്കൾ ഗൗരവതരമായി ഇടപെട്ട് തുടങ്ങിയിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എവിടം വരെ എത്തിക്കും, ഏത് തരത്തിൽ പാർട്ടിക്ക് ഗുണകരമാകും അല്ലെങ്കിൽ ദോഷമാകും എന്നുള്ള ആലോചന പക്വതയുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാകാം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ സമയം മുതൽ കോടതിയിലായാലും ആശുപത്രിയിലായാലും ഒക്കെ PC വിഷ്ണുനാഥിൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. ഇന്ന് PC വിഷ്ണുനാഥ് വഞ്ചൂർ കോടതി മുറ്റത്ത് വെച്ച് തൻ്റെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ പറയുന്നു സമരക്കാരെ രാഹുൽ തടഞ്ഞില്ല എന്ന്. പുലർച്ചെ അറസ്റ്റ് ചെയ്തത് ക്രമസമാധാന പ്രശ്നം തടയുന്നതിന് എന്ന്. ഇതിനു മുമ്പ് ഒരു കള്ളക്കേസിൽ സർക്കാർ രാഹുലിനെ പ്രതിയാക്കിയ സാഹചര്യത്തിൽ രാഹുൽ നേരിട്ട് ഹാജരായതാണ്. അന്ന് ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല. രാവിലെ മുതൽ എന്തൊക്കെ പീഡനമാണ് രാഹുൽ അനുഭവിച്ചത്. വെളുപ്പിന് അറസ്റ്റ് ചെയ്യുന്നു, AR ക്യാമ്പിൽ കൊണ്ടുപോകുന്നു, മാധ്യമങ്ങളോട് വിഷയം പറയാതെ മുന്നോട്ട് പോകുന്നു. ഈ നിലയിൽ ഭ്രാന്ത് പിടിച്ച ഭരണകൂടത്തിൻ്റെ നടപടികളാണ് ഇവിടെ കാണുന്നത്. 14 ദിവസം രാഹുലിനെ ജയിലിൽ അടച്ചതുകൊണ്ട് പിണറായി വിജയനെതിരായ സമരങ്ങളൊന്നും തന്നെ അവസാനിക്കാൻ പോകുന്നില്ല. ഈ നിമിഷം മുതൽ പ്രതിഷേധം മുന്നോട്ട് പോകുമെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. ഇതാണ് PC വിഷ്ണുനാഥിൻ്റെ പ്രതികരണം. വിഷ്ണുനാഥ് സമീപകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ ഇടപെടലിൽ ഉള്ള പരിമിതി അദ്ദേഹം മറികടക്കുകയാണ്. VD സതീശൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയുമായി സമരം മാറിയിരുന്ന കാര്യം നിരവധി തവണ ചർച്ച ചെയ്തതാണ്. പാർട്ടിക്കകത്ത് തന്നെ ഇവർ കുറേ പേർ മാത്രം സമരം ചെയ്ത് തീരുമാനിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സതീശനും സുധാകരനുമാണ് പാർട്ടി എന്ന മട്ടിലാണ് കാര്യങ്ങളെന്ന വിമർശനം ഉയർന്നതിൻ്റെ തുടർച്ച ഏറ്റവും ഒടുവിൽ VM സുധീറിൻ്റെ പ്രതികരണത്തിൽ കൂടി കണ്ടതാണ്. ഈ ഘട്ടത്തിലാണ് PC വിഷ്ണുനാഥ് നേതൃത്വത്തിലേക്ക് വന്ന് കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മറ്റ് ഇന്ന് നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് വേറൊരു കാര്യം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് വെച്ചത് കോടതിയിൽ. അതിൽ ഏറ്റവും പ്രധാനം നട്ടെല്ലിന് അസുഖമാണ്, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ശരീരത്തെ ആകെ ബാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. കോടതി ഉടനെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താൻ നിർദ്ദേശം നൽകി വൈദ്യ പരിശോധനയ്ക്ക് ഉത്തരവിട്ടു. രാഹുലിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വന്നു. ഇതിന് പിന്നാലെയാണ് റിമാൻഡ് ചെയ്യാനുള്ള കോടതിയുടെ തീരുമാനം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ചികിത്സയിലായിരുന്നു എന്നും നട്ടലിനുൾപ്പെടെ ഗുരുതരമായ പ്രശ്നമുണ്ട് എന്നുമാണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ആരോഗ്യ പ്രശ്നം എന്തൊക്കെയാണെന്ന് കൃത്യമായി കണ്ടെത്തി രേഖപ്പെടുത്തണം എന്ന് കോടതി നിർദ്ദേശിച്ചത്. ആ നിർദ്ദേശത്തിന് തുടർച്ചയായി കാര്യമായ അസുഖമൊന്നുമില്ല എന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണമുള്ള പരിശോധനയിൽ നിന്ന് മനസ്സിലാവുകയായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി തീരുമാനം കൈക്കൊണ്ടത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ചില സംഭവ വികാസങ്ങളുണ്ട്. അതിലൊന്ന് രാഹുൽ മാങ്കൂട്ടം തന്നെ ഇതിനു മുമ്പ് മാധ്യമങ്ങളോടുൾപ്പെടെ നടത്തിയ വലിയ വീരവാദങ്ങളാണ്. ആ വീരവാദങ്ങളിൽ ഒന്ന്, എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഞാൻ ഹാജരാകും, എനിക്ക് നെഞ്ചുവേദന വരില്ല, കാലുവേദന വരില്ല, ഞാൻ കള്ളം പറഞ്ഞ് കരയില്ല, നിലവിളിക്കില്ല എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ബൈറ്റാണ്. പണ്ട് കണ്ണൂരിൽ P ജയരാജൻ CBI നടപടിയുടെ തുടർച്ചയായി P ജയരാജൻ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ നിന്നും ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് CBIയിൽ ഹാജരാകുന്നത് താമസിപ്പിച്ച ഒരു മുൻകാല സംഭവം സൂചിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും ഇങ്ങനെ പറയാം. അത് വെച്ചുകൊണ്ട് തൻ്റെ മുൻഗാമികളെ മാതൃകയാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും വലിയ വീരവാദങ്ങളാണ് മുഴക്കിയത്. അതുകൊണ്ട് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇങ്ങനെ, പ്രത്യേകിച്ചും എതിരാളികൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളുകളിലും ഇവർ വിളിച്ചാലോ മറ്റാരെങ്കിലും വിളിച്ചാലോ എനിക്ക് നെഞ്ചുവേദന ഉണ്ടാകില്ല എന്ന നെഞ്ചുറപ്പോടുകൂടി പറയുവാൻ കഴിയുന്ന ആർജവം
ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും എനിക്ക് തന്നിട്ടുണ്ട്. ഈ മീശി വെച്ചിൻ കരയിലട കഴുതേ വെള്ളം വീണ് വീണ് ഇനി അത് വളരും. ഇതിനൊപ്പം അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്തു, വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു തുടങ്ങി പല വിധത്തിലുള്ള വാദങ്ങൾ ഇപ്പോൾ അദ്ദേഹം നേരത്തെയും തുടർന്ന് മറ്റ് നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. ഈ കേസിൽ ഒന്നാം പ്രതിയായി എന്നെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം എന്ന് വി.ഡി. സതീശൻ മറ്റൊരു സൈഡിൽ നിന്ന് വെല്ലുവിളിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ആകെ മൊത്തത്തിൽ ഇതിൽ ഒരു തീരുമാനം എന്താണ് ആത്യന്തികമായി എടുക്കേണ്ടത്, ഇത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ധാരണയില്ലാത്ത വിധമാണ് നേതാക്കൾ ഈ കാര്യത്തെ കാണുന്നത് എന്ന് വ്യക്തമാണ്. ഇതേ സമയത്താണ് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവം സമീപകാലത്തുണ്ടായത്. പൊതുമുതൽ നശിപ്പിച്ചു, സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസിനെ ആക്രമിച്ചു എന്നൊക്കെയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു വകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത് 2-3 മാസം മുമ്പാണ് എ റഹീമിനും എം സ്വരാജിനും എതിരെ ഒരു കോടതി ഉത്തരവ് വന്നത്. ആ കോടതി ഉത്തരവ് പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇതുപോലെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഒരു സമരത്തിൻ്റെ വിചാരണയെ തുടർന്നുള്ള കോടതി നടപടിയാണ്. ആ ഉത്തരവ് വന്ന സമയത്ത് മലയാളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഇതാ ഇവരുടെ സമരം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുപക്ഷെ ഈ പരിഹസിക്കുന്ന നിലയിലുള്ള വാർത്തകൾ. അതോടൊപ്പം തന്നെ ഒരു പത്രം, പ്രമുഖ പത്രം മുഖപ്രസംഗത്തിൽ വരെ സമരം എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിലെ DYFIയും CPIMൻ്റെ മറ്റനുബന്ധ സംഘടനകളുമൊക്കെ പൊതുമുതൽ നശിപ്പിക്കുന്ന ഭീകരമായ താണ്ഡവത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് മുഖപ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇതൊന്നും നല്ല മാതൃകയല്ല എന്ന് പറഞ്ഞതും ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുകയാണ്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ എം സ്വരാജും എ റഹീം MPയും ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് 1 വർഷം തടവ് ശിക്ഷ, 5000 രൂപ പിഴയടയ്ക്കാനും തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു. UDF സർക്കാർ കെട്ടിച്ചമച്ച കേസാണെന്നും മേൽക്കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കുമെന്നും നേതാക്കൾ പ്രതികരിച്ചു. പുതിയ +2 ബാച്ചുകൾ അനുവദിച്ചതിൽ അഴിമതി ആരോപിച്ച് 2013 വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PK അബ്ദുൾ റബ്ബിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് DYFIയും SFIയും നടത്തിയ മാർച്ച് അക്രമാസക്തമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസിലാണ് എം സ്വരാജ്, എ റഹീം എന്നിവരുൾപ്പെടെ 10 പ്രതികൾ കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, ഇതിനെതിരായ വലിയ പ്രസംഗങ്ങളും രാഷ്ട്രീയ നേതാക്കൾ ചാനൽ ചർച്ചയിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ടിരുന്നു. കണ്ടില്ലേ നിങ്ങളെ നേതാക്കൾ ഇങ്ങനെയൊക്കെയാണ് നാട്ടിൽ നടക്കുന്നതെന്ന് പറഞ്ഞ് CPMൻ്റെ നേതാക്കളോട് ഈ കാര്യങ്ങൾ പ്രതികരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികളും വി.ഡി. സതീശൻ്റെ അനുയായികളും പറയുന്നതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. സമാനമായ രാഷ്ട്രീയ കേസാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ള ഒരു ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായ നടപടി അസാധാരണം, അപൂർവമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതൊന്നും അത്ര അസാധാരണമല്ല, അത്ര നല്ല അസാധാരണമേ അല്ല, സാധാരണയാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. അത് വേണോ വേണ്ടയോ എന്നുള്ളത് രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ പോലീസിൻ്റെ തീരുമാനം ഒക്കെയായി വരേണ്ടതാണ്. എന്തായാലും നമ്മളിതൊക്കെ മുമ്പേ കാണുന്നതാണ്. കുറച്ച് അധികം അകലെയല്ലാത്ത കാലത്തൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ. ഒരിക്കൽ ഒരു MM മണി ഇടുക്കിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് MM മണി നടത്തിയൊരു പ്രസംഗം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് നടത്തിയ പ്രസംഗം. അങ്ങനെ അവിടെ ഇത് നടന്നു, ഒരുത്തനെ കൊന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗം വീരവാദങ്ങളിൽ ഒന്നായിരുന്നു MM മണിയുടെ പ്രസംഗത്തിൻ്റെ ആവേശത്തിൽ പറഞ്ഞ കാര്യം. അന്ന് തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായിരുന്ന അന്ന് രാവിലെയാണെന്നാണ് പോലീസ് പറയുന്നതാണ്, നമുക്കൊന്നും തെളിയൊന്നുമില്ല, ദൃശ്യം പോലും ഇല്ലാത്ത വിധം MM മണി അന്ന് മുതിർന്ന CPMൻ്റെ നേതാവാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് രാവിലെ പുലർച്ചെ അർദ്ധരാത്രി രാവിലെ എന്നൊക്കെയാണ് അന്നൊരു പറഞ്ഞിരുന്നത്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു ദൃശ്യം കിട്ടാൻ ഇവിടുത്തെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തുമാത്രം കാത്തുനിന്നു. അന്ന് മാധ്യമങ്ങളും പോലീസിൻ്റെ നടപടി ശരി എന്നുള്ള നിലയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതൊരു പിന്നെ കൊലക്കേസുമായി കണക്ട് ചെയ്ത് ആ വാർത്ത വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടു. MM മണിയെ ഒരു കൊള്ളക്കാരനെ പോലെ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. സമാനമാണ്, രാഷ്ട്രീയമായ അറസ്റ്റുകളാണ്. അന്ന് തിരുവഞ്ചൂർ അറസ്റ്റ് ചെയ്തും അതിനെ തുടർന്നുണ്ടായ നടപടികളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. ആ MM മണി പിന്നീട് പുറത്തു വന്ന് അവിടെ MLA ആയി, മന്ത്രിയായി. അദ്ദേഹത്തിൻ്റെ ഇടുക്കിയിലെ പ്രവർത്തനം കേരളം ആകെ വ്യാപിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുന്നതും അതിനെ തുടർന്നുള്ള ജാമ്യവും പിന്നീട് പുറത്തു വരുന്നതൊക്കെ അവർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നീണ്ടകാലത്തേക്ക് ഗുണകരമായി മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുപക്ഷെ നീണ്ടകാലത്തെ പ്രവർത്തനങ്ങളിൽ ഈ രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമായുള്ള അറസ്റ്റ് ഗുണകരമായി മാറിയേക്കാനാണ് സാധ്യത. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രസിഡന്റ് എന്ന ആക്ഷേപം നേരിട്ട് വരികയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന് ആ കേസുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റ് ഉണ്ടായാൽ ഉണ്ടാകാനിടയുള്ള നാണക്കേട്, അത് ഒരുപക്ഷെ കേരളത്തിലെ ഒരു യുവജന സംഘടനയ്ക്കും ഉണ്ടാകാനിടയില്ലാത്ത വിധമുള്ളൊരു നാണക്കേടായിരിക്കും. ആ നാണക്കേടിൽ നിന്ന് പോലീസ് രക്ഷിച്ചു എന്ന് വേണം ഇതിനെക്കുറിച്ച് അവർ കാണാൻ. കാരണം ഇതൊരു അറസ്റ്റ് എന്നുള്ള നിലയിൽ രാഷ്ട്രീയ
രാഷ്ട്രീയ സമരത്തിൻ്റെ പേരിലുള്ള അറസ്റ്റാണ്. വ്യാജ ID നിർമ്മാണത്തിൽ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. എന്തായാലും അത് ഉണ്ടായില്ല. ഇനിയിപ്പോൾ അത് ഉണ്ടായാലും ഈ അറസ്റ്റിൽ അത് മുങ്ങിപ്പോവുകയുള്ളൂ. അതുകൊണ്ട് ആത്യന്തികമായി ഈ അറസ്റ്റും തുടർ നടപടികളും കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒരു തുടർ സമരത്തിനുള്ള വിഭവമായി വരികയാണ്. അതോടൊപ്പം തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പലവിധ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമുണ്ട്. പാർട്ടിക്കകത്ത് നേതാക്കളുടെ VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം മറികടക്കാൻ രാഷ്ട്രീയമായി അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഉപയോഗിക്കാം. എന്തായാലും റിമാൻഡ് കാലാവധി കഴിയുന്നത് വരെ ഈ കാര്യത്തിൽ അവർക്കൊരു മുദ്രാവാക്യം എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അവർക്ക് മുന്നിൽ നിൽക്കും. ഇനിയിപ്പോൾ റിമാൻഡ് ചെയ്ത സ്ഥിതിക്ക് ഉടനെ അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഡെവലപ്മെൻ്റ് ഇല്ല. അതിൽ സമരങ്ങൾ മാത്രമാണ്. ആ സമരങ്ങൾക്കുള്ളൊരു കാരണം അവർക്ക് കിട്ടിയെന്നുള്ളതാണ്. നവകേരള മാർച്ചിലേക്ക് ഒരു കാരണവുമില്ലാതെ കരിങ്കൊടിയുമായി കുറേ ദിവസം നടന്നതിൻ്റെ അനിശ്ചിതത്വത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇനിയിപ്പോൾ കൃത്യമായൊരു പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് കോൺഗ്രസിന് ആശ്വസിക്കാം. ഇതാണ് ഒരു കാര്യം. ഒപ്പം തന്നെ CPM-ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രസിഡന്റിൻ്റെ എതിരായ നീക്കം അല്ലെങ്കിൽ അത് ഈ അറസ്റ്റ് നീക്കത്തിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ പോലീസിനെതിരായ അക്രമത്തെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് വരാം. അതോടൊപ്പം തന്നെ വ്യാജ ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചകളിൽ മുന്നോട്ട് വയ്ക്കാം എന്നുള്ളതാണ്. ആത്യന്തികമായി കോൺഗ്രസിനെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരു അവസരം എന്നുള്ളത് തന്നെയാണ്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം കൂടി ആയി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയമായി അവർക്ക് ചെയ്യാവുന്ന ഒരു പ്രത്യേകമായ കാര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഇവിടെ അവസാനിക്കുന്നില്ല. അതിൻ്റെ തുടർച്ച ഇനിയും വരും. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് നമ്മൾ വീണ്ടും കടക്കേണ്ടി വരും. നന്ദി, നമസ്കാരം.